എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു തേങ്ങാക്കൊത്ത് മസാലയാണ്. തീർച്ചയായിട്ടും ചോറിന് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ആണ് ചക്കക്കുരു വേഗം വെച്ചിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ചക്കക്കുരു വേഗം ഞാൻ പാത്രത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കിതിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഒരു സ്പൂൺ, വലിയൊരു സ്പൂണിൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ ചേർക്കുക, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ 100 ഗ്രാമിൻ്റെ അളവിലാണ് ബാക്കിയുള്ള എല്ലാ ചേരുവകളും പറയണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വലിയ സവാള അത് കൊത്തിയരിഞ്ഞത്, ചെറിയുള്ളിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളിയും ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതും ചേർക്കാം. അത് ബാക്കി കുറച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കത് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ബാക്കി കുറച്ച് സവാള മാറ്റി വയ്ക്കാം. മുഴുവൻ സവാള ഇതിലിടണ്ട. അതിനുശേഷം ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് ഇത് ചിക്കൻ മസാല പൗഡർ, അതൊരു 1/2 സ്പൂണ്, 1/4 സ്പൂൺ തൊട്ട് 1/2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് കാരണം ഞാൻ കുറച്ചൊരു 1-1.5 സ്പൂണോ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് എരിവിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണോളം. അതിനുശേഷം ഗരം മസാല പൗഡർ, അത് ഒരു 1/4 സ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ ചക്കക്കുരു വേവേണ്ട വെള്ളം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചക്കക്കുരുവിൽ ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ചക്കക്കുരു നല്ല പെട്ടെന്ന് വേവുന്ന ചക്കക്കുരുവാണ്. അതുകൊണ്ട് ഞാനതിപ്പോൾ കുക്കറിൽ വയ്ക്കണില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കാരണം നല്ലൊരു ഫ്ലേവറാണ് അതിന് വരുന്നത്. അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഉള്ള കാരണം കൊണ്ട് അത് നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും വരുന്നത്. ഇനി നമുക്ക് ഇതിനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടത് അതിന് നല്ലത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ചേർക്കാം. പിന്നെ വറ്റൽമുളക് ചേർത്ത ശേഷം സവാള ചേർക്കാം. വറ്റൽമുളക് ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. വറ്റൽമുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള കുറച്ച് ഒരു 2 സ്പൂണോളം സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പില, അതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നതിന് ശേഷം വേപ്പില, ഒരു തണ്ട് വേപ്പില ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനെ നമ്മൾക്ക് ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.